സെപ്റ്റംബർ 24 കാരുണ്യമാതാവിന്റെ തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. കാരുണ്യമാതാവിന്റെ സംരക്ഷണത്തിൽ വിശുദ്ധ പീറ്റർ നൊളസ്കോ സമാരംഭിച്ച സന്യാസ സഭയാണ് ആദ്യമായി ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി വാങ്ങിയത്. 1189 ലാംഗുവഡോക്ക് എന്ന സ്ഥലത്ത് കുലീനമായ നൊളസ്കോ കുടുംബത്തിലാണ് വിശുദ്ധ പീറ്റർ ജനിച്ചത്. 22ാമത്തെ വയസ്സിൽ സന്യാസ സഭയിൽ അംഗമാകുകയും കുടുംബസ്വത്തിൽ തനിക്കുണ്ടായിരുന്ന ഓഹരി മുഴുവനും അടിമകളുടെ മോചനത്തിലുള്ള ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാൻ മാറ്റിവെക്കുകയും ചെയ്തു. കന്യകാമറിയം ഒരേ രാത്രിയിൽ തന്നെ വിശുദ്ധ പീറ്റർ നൊളസ്കോ അരഗോണിലെ രാജാവ് ജെയിംസ് എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് ഉപദേശിച്ചു. വളരെയേറെ എതിർപ്പുണ്ടായിട്ടും കാരുണ്യമാതാവിന്റെ അഥവാ വീണ്ടെടുപ്പ് മാതാവിന്റെ സഭ എന്ന നാമത്തിൽ ഒരു പുതിയ സഭയ്ക്ക് 9ാം ഗ്രിഗറി മാർപ്പാപ്പ 1218 അനുമതി നൽകി. ഈ സഭ അതിവേഗം വളർന്നു. അടിമകളെ സ്വതന്ത്രമാക്കാൻ വേണ്ട സംഖ്യ ധർമ്മമായി പിടിച്ചെടുക്കാൻ അംഗങ്ങൾ അത്യന്തം അധ്വാനിച്ചു. ഒപ്പം അംഗങ്ങളുടെ ദൈവഭക്തിയും ദൈവസ്നേഹവും വളർന്നുകൊണ്ടിരുന്നതിനാൽ സഭയുടെ പ്രശസ്തി അന്യാദൃശ്യമായി. സന്യാസികളായ അംഗങ്ങളിൽ ചിലർ സ്വയം അടിമകളായി നിന്നുകൊണ്ട് മറ്റ് അടിമകളെ സ്വതന്ത്രരാക്കിയിരുന്നു. കാരുണ്യമാതാവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനാണ് കാരുണ്യമാതാവിന്റെ തിരുനാൾ സ്ഥാപിച്ചത്. 3ാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കാൻ അനുമതി നൽകി. വിശുദ്ധ പീറ്റർ നൊളസ്കോയും അദ്ദേഹത്തിന്റെ യോദ്ധാക്കളും പുരോഹിതരായിരുന്നില്ല. എങ്കിലും മറ്റുള്ളവരുടെ ആത്മരക്ഷയും സുഖവും തങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതി ആ യോദ്ധാക്കൾ അധ്വാനിച്ചു. കാരുണ്യമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.